നമസ്കാരം. രാഷ്ട്രീയ ഇന്ത്യയുടെ ഭൂപടം മാറുകയാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം മാറിമറിയുകയാണ്. അതിന് വർഷങ്ങളൊന്നും എടുക്കുന്നില്ല എന്നുള്ളതാണ് രസകരമായ കാര്യം. ദിവസങ്ങൾ ഒന്നിരുട്ടി വെളുക്കുമ്പോൾ തന്നെ രാഷ്ട്രീയത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു, ഗതിവിഗതികൾ സംഭവിക്കുന്നു. ആർക്കും ചെറുത്തു നിൽക്കാൻ കഴിയാത്ത വിധം രാഷ്ട്രീയം അങ്ങനെ മാറി മറിഞ്ഞ് ഒഴുകുകയാണ്. ധാരാളം പാർട്ടികളുടെ ഉദയവും വിജയവും പരാജയവും അസ്തമനവും കണ്ടതാണ് ഇന്ത്യ. ഇന്ത്യ തന്നെ ഭരിച്ച ജനതാ പാർട്ടി ഇന്ന് നാമാവിശേഷമായിരിക്കുകയാണ്, പേരിനു പോലുമില്ല. അതുപോലെ തന്നെ ഉത്തർപ്രദേശിൽ മുടിചൂടാമന്നയായി വാണിരുന്ന മായാവതി കാൻഷിറാമിന്റെ ബഹുജൻ സമാജ്വാദി പാർട്ടിയുടെ മുഖ്യമന്ത്രിയായിരുന്നു. ഇന്ന് ആ പാർട്ടിയും അസ്തമിച്ചിരിക്കുന്നു. മായാവതിയെക്കുറിച്ച് കേട്ടുകേൾവി പോലുമില്ല. മാറിമറിഞ്ഞും തിരിഞ്ഞു കളിച്ചും രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിനോട് പണത്തിനോട് ചേർന്ന് നിൽക്കുകയാണ്. ഒരംഗം പോലും ഇല്ലാതിരുന്ന പാർട്ടി ഇന്ന് ഒരു സംസ്ഥാനത്തിൽ മുഖ്യ പ്രതിപക്ഷമായി മാറുന്നു. ഒരു പഞ്ചായത്ത് അംഗം പോലും ഇല്ലാത്ത പാർട്ടി നാഷണലിസ്റ്റ് സിറ്റിസൺസ് പാർട്ടി ഓഫ് ഇന്ത്യ NCPI ത്രിപുരയിൽ 2023 നിയമസഭാ ഇലക്ഷന് ആകെ കിട്ടിയ വോട്ട് ഇന്ന് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. 1193 ഒരു സംസ്ഥാനത്ത് കിട്ടിയ വോട്ടാണ്. ആ വോട്ട് ലഭിച്ച NCPI പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ലോകസഭയിലെ ഏറ്റവും വലിയ കക്ഷിയും NDAയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കക്ഷിയുമായി NCPI മാറുന്നു. അത് സാധിച്ചെടുത്തത് തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് 28 ലോകസഭാ അംഗങ്ങൾ ഉള്ളതിൽ നിന്ന് 20 പേർ കൂറുമാറി അവർ NCPIയിൽ ലയിച്ചു. നേതാവ് ആരെന്ന് പോലും അറിഞ്ഞുകൂടാത്ത പാർട്ടിയാണ്. നേതാവ് ആരെന്ന് പോലും പ്രഖ്യാപിക്കാൻ കഴിയാത്തൊരു പാർട്ടി ഇപ്പോൾ മാറി വന്നവർ നേതാക്കളായി മാറി. പഴയ നേതാക്കൾ പുറത്തുപോയി. ഈ രീതിയിൽ പാർട്ടികൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ. എതിർക്കാൻ BJPക്ക് NDAക്ക് മറ്റ് കക്ഷികളില്ലാതായി മാറുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. പശ്ചിമ ബംഗാളിലെ സ്ഥിതി തന്നെ നമുക്ക് നോക്കാം. തൃണമൂൽ കോൺഗ്രസിന് 80 നിയമസഭാ അംഗങ്ങളുണ്ട്. അതിൽ നിന്ന് 62 പേരും എതിർവശത്തായി കഴിഞ്ഞു. മമതാ ബാനർജി അമ്പയെ തകർന്നു കഴിഞ്ഞു. ഇനി കോൺഗ്രസിൽ ലയിക്കുക മാത്രമാണ് മമതാ ബാനർജിക്ക് ആകെയുള്ള വഴി. ഇനിയോ നിയമസഭാ അംഗങ്ങളുടെ കാര്യം വിടാം. പാർലമെന്റിൽ 28 അംഗങ്ങളിൽ 20 പേരും മാറി. അവർ NDAയോട് ഒപ്പം ചേരുകയാണ്. മലയാളത്തിൽ വെള്ളിമൂങ്ങ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. രാഷ്ട്രീയ കുതിര കച്ചവടം പ്രമേയമാക്കിയ ഒരു സിനിമ, രാഷ്ട്രീയ തന്ത്രങ്ങൾ പ്രമേയമാക്കിയ സിനിമ. അതുപോലെ ഹിന്ദിയിൽ ഈ രീതിയിൽ രാഷ്ട്രീയ കുതിര കച്ചവടങ്ങൾ പ്രമേയമാക്കിയ ഒരുപാട് സിനിമകളുണ്ട്. ഈ സിനിമാ കഥകളെപ്പോലും ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും NDAയോട് അടുക്കില്ല എന്ന് കരുതിയ കക്ഷികൾ, ഒരിക്കലും NDAക്ക് പ്രവേശനം ഉണ്ടാകില്ല എന്ന് വിചാരിച്ച സംസ്ഥാനങ്ങളിൽ ഒക്കെ BJP വിജയം നേടിക്കൊണ്ടിരിക്കുകയാണ്. പാർട്ടികളെ പിളർത്തിയും പാർട്ടികളെ ഒന്നടങ്കം കിഡ്നാപ്പ് ചെയ്തും. ആം ആദ്മിയെ നേരത്തെ തന്നെ നശിപ്പിച്ചു കഴിഞ്ഞു. പഞ്ചാബിൽ ആം ആദ്മിയെ ഈ വരുന്ന ഇലക്ഷനിൽ തുടച്ചു നീക്കുന്നതിനുള്ള ശ്രമമാണ് BJPയുടെ ഭാഗത്തു നിന്ന്. അതുകൂടി പൂർത്തിയായി കഴിഞ്ഞാൽ ആം ആദ്മി എന്നൊരു പാർട്ടിയെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാകില്ല. ഉദ്ധവ് താക്കറെയുടെ 9 പാർലമെന്റ് അംഗങ്ങളിൽ 6 പേരെ അടർത്തിയെടുത്തു കഴിഞ്ഞു. ഷിൻഡെ വിഭാഗത്തിനോട് കൂട്ടുചേർക്കുന്നു. അപ്പോൾ എതിരാളിയായിരുന്ന ഉദ്ധവ് താക്കറെയും രാഷ്ട്രീയത്തിൽ നിന്ന് അവസാനിക്കുകയാണ്. ഷിൻഡെ വിഭാഗം NDAയുടെ സഖ്യകക്ഷിയാണ്. അടുത്ത് SP-യിലേക്കും NCPയിലേക്കുമാണ് BJP കണ്ണെറിയുന്നത്. അതിനെയും പിളർത്തുന്നതിനുള്ള നീക്കങ്ങൾ ഉച്ചസ്ഥായിയിലാണ്. പവാറിന്റെ NCPക്ക് 8 MP-മാരാണുള്ളത്. ഇവയൊക്കെ പിളർത്തിയെടുത്തു കഴിഞ്ഞാൽ BJPയുടെ അടിസ്ഥാനപരമായ നിയമനിർമ്മാണങ്ങൾ ലോകസഭയിൽ രാജ്യസഭയിൽ ഒരെതിർപ്പുമില്ലാതെ നടപ്പിലാക്കാൻ കഴിയും. അതുതന്നെയാണ് BJPയുടെ ലക്ഷ്യവും. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ അടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലും രാഷ്ട്രീയ നീക്കങ്ങൾ തകൃതിയാണ്. DMK BJPയോടൊപ്പം ചേരും എന്ന് തന്നെയാണ് BJP കരുതുന്നത്. അങ്ങനെ സംഭവിച്ചാൽ കോൺഗ്രസിന് അതുപോലെ തന്നെ പ്രതിപക്ഷ സഖ്യത്തിന് വലിയൊരു തിരിച്ചടിയാകും സംഭവിക്കുക.
കഴിഞ്ഞ പാർലമെന്റിൽ അവതരിപ്പിച്ച വനിതാ സംവരണ ബില്ലും മണ്ഡല പുനർനിർണയ ബില്ലും പരാജയപ്പെടുത്താൻ മുന്നിൽ നിന്നത് DMKയും തൃണമൂൽ കോൺഗ്രസുമായിരുന്നു. ഒപ്പം കോൺഗ്രസും കൂടി ആയപ്പോൾ BJPക്ക് ഈ രണ്ട് ബില്ലും വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചിരുന്നില്ല. അത് BJPക്ക് രാഷ്ട്രീയമായി വമ്പൻ തിരിച്ചടിയായിരുന്നു. ആ ഒരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വരുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ ഈ രണ്ട് ബില്ലുകളും പാസാക്കിയെടുക്കുക BJPയുടെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിലേക്ക് ഏകദേശം അടുത്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ DMK തങ്ങളുമായി അകന്നു എങ്കിലും BJPയെ പിന്തുണയ്ക്കില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. അനുനയ ചർച്ചകൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുമുണ്ട്. എന്നാൽ തങ്ങളെ ചതിച്ച് മുന്നോട്ട് പോയ കോൺഗ്രസുമായി ഇനിയൊരു ബന്ധവുമില്ല എന്ന രീതിയിലാണ് DMKയും സ്റ്റാലിനും. പ്രാദേശിക പാർട്ടികളെയും ചെറിയ പാർട്ടികളെയും ഇപ്പോഴേ BJP ലക്ഷ്യമിട്ട് കഴിഞ്ഞു. BJPയുടെ ആ ലക്ഷ്യങ്ങൾ കൂടി വിജയിച്ചാൽ ഈ ബില്ലുകൾ പാർലമെന്റിൽ പാസാക്കിയെടുക്കുക BJPക്ക് പ്രയാസമുള്ള കാര്യമല്ല. BJPയുടെ മറ്റൊരു പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ്. ഒന്നുകിൽ ദ്വിപാർട്ടി സമ്പ്രദായം അല്ലെങ്കിൽ ഏകപാർട്ടി സമ്പ്രദായം. ആ ലക്ഷ്യത്തിലേക്ക് BJP വളരെ വേഗം അടുത്തുകൊണ്ടിരിക്കുന്നു. അതിന് പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ ED ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം. കൂറുമാറ്റവും പണക്കൈമാറ്റവുമൊക്കെ നടക്കുന്നുണ്ട്. എന്നാലും BJP വളരെ വേഗം തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. പ്രതിപക്ഷ നിരയിലെ അനൈക്യവും ഒപ്പം സാമ്പത്തിക ആരോപണങ്ങളുമൊക്കെ MP-മാരെ തങ്ങളുടെ നിരയിലേക്ക് കൊണ്ടുവരാൻ BJP ആയുധമാക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.